ആ സഫറേ, എന്തായി കിട്ടിയോ? അതൊരു ബിമലകുമാരിയുടെ പേരിലെടുത്തിരിക്കുന്ന നമ്പറാണ്. ഒരു ബീഹാർ അഡ്രസ്സിലാണ് സിം എടുത്തേക്കുന്നത്. ഇവിടെ പണിക്ക് വന്ന പോലെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. എന്താ കാര്യം? അല്ല, അങ്ങനെയാണെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് എടുത്തു തരൂ. എന്താടാ, വല്ല തെരുകട കേസാണോ? അല്ല, ഒരു ആവശ്യമുണ്ട്. മരിച്ചുപോയ ഇങ്ങനെയുള്ളൊരു നമ്പർ ബ്ലാക്ക് മാർക്കറ്റിൽ മറിച്ചു കൊടുക്കുന്ന ഒരു ഇടപാടുണ്ട് ഇപ്പോൾ. ഈ കോൺട്രാക്ടർ സൈറ്റിലൊക്കെ ഇപ്പോൾ സ്ഥിരം ആക്സിഡന്റ് അല്ലേ, ആർക്ക് വേണമെങ്കിലും ആ നമ്പർ ഉപയോഗിച്ച് എന്ത് തെരുകട വേണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെയുള്ള കുറേ കേസുണ്ട് ഇപ്പോൾ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ശരി, ഞാൻ വിളിക്കടാ. എന്താടാ? അതേതൊരു ബിമലകുമാരിയുടെ നമ്പറാണെന്ന്. ബിമലകുമാരിയോ? അവളങ്ങനെ പ്രേതമാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂടാ. എന്നെ കൊന്നിട്ട് എന്താ കാര്യം? എനിക്ക് അത്രയ്ക്ക് പേടിയടാ, അതാ. ആ SI പൊന്നുസ്വാമി വിചാരിച്ച ഈ ഫിസയുടെ ഒരു ഫോട്ടോ ഒപ്പിക്കാൻ പറ്റില്ലേ? അതൊക്കെ വേണം. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഈ പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ലായിരുന്നു ഇതുവരെ. മാലതി മുഷിയും മീനമ്മയൊക്കെ കണ്ടല്ലോ. പ്രേതമാണെങ്കിൽ അത് പറ്റൂ. നീ ഒന്ന് ചാവാണ്ടിരുന്നേ. എടാ, അവളായിരിക്കില്ല. സഫറേ, നിന്നോട് അവള് പറഞ്ഞത് അവൾക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലെന്നല്ലേ? പക്ഷെ എത്ര ലോജിസ്റ്റിക്സ് വെച്ചിട്ടാണ് അവൾ ഉഷയുടെ അടുത്തൊക്കെ സംസാരിച്ചത്. അതാണല്ലോ അവർ വിശ്വസിക്കാനുള്ള കാരണം. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഞാനാണെങ്കിൽ അത് ആലോചിച്ചില്ല. അതൊന്ന് കട്ട് ചെയ്തടാ. എന്തിന്? ഇതാ വിഴിഞ്ഞത്തെ സ്ഥലത്തിൻ്റെ ആളാ. മനുഷ്യനവിടെ പ്രാണവേദന എടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ വിഴിഞ്ഞം. അവള് പ്രേതല്ലെന്നറിഞ്ഞാൽ മതി, വേറെ എന്തും ഞാൻ സഹിക്കും. ശരിക്കും ഉഷ പത്രം വായിക്കാത്തോണ്ട് ഇത് കാണുന്നുള്ള ടെൻഷൻ വേണ്ട. അത് ശരിയാ. Control to all stations, Mike. Control. Commissioner to order வந்திருக்கு. Local area முழுசா search பண்ணணும். I repeat, any suspect will be arrested immediately. Over. என்ன பிரச்சனை இது? ஒண்ணுமே புரிய மாட்டேங்குது. നമുക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാണെന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടാ. ഒന്നാ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചാൽ അവരാ ഫോട്ടോ വെച്ച് തരില്ലേ? நாளைக்கு செஞ்சு கொடுத்தா பரவாயில்லையா? இன்னைக்கு ஒரே டென்ஷனான அட்மாஸ்பியரா இருக்கு. பக்கத்து ஸ்டேஷன்ல ஒரு போலீஸ் ஆபீசரை மர்டர் பண்ணிட்டாங்க. അതൊക്കെ പിന്നെ നോക്കാം. ഇതൊന്നും ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് തരണം പ്ലീസ്. ഇവൻ്റെ ഒരു പഴയ കോളേജ് മേറ്റ് ആണെന്ന് ഡൗട്ടുണ്ട്. ലവ് മാറ്റർ സർ. லவ்வா? ഒന്ന് സ്പീഡാക്കുന്നു, എനിക്ക് നിൽക്കവേ മുടിയാത്. அப்ப அங்க போய் உட்காருங்க, இதை என்னன்னு பார்த்துட்டு வர்றேன். ആരുടെ ലവറാണത്? എന്തായാലും കാര്യം നടന്നില്ലേ? ഗുരുവായൂരപ്പ, അതവളാവല്ലേ? എടുക്കുന്നില്ല, മതിയല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, അവളങ്ങനെ പ്രേതാണെങ്കിൽ ഞാൻ അപ്പ ശബരിമലയ്ക്ക് പോകാൻ മാറിയിട്ടാ. എനിക്ക് ധൈര്യം വേണം. கிடைச்சிருச்சு. இந்த பொண்ணான்னு பாருங்க. பிரச்சனை ஒண்ணும் இல்லையே. ഒന്നും കാണുന്നില്ലല്ലോ. ஃபோன் ஸ்லீப் மோட்ல போயிடுச்சு. இதுக்கு என்ன பயம்? இந்த பொண்ணான்னு பாருங்க. இந்த பொண்ணா இல்லையா? അല്ല. 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 പിന്നെന്തിനാ നീ ഇത് കണ്ട് വേർത്തെ? എനിക്കറിയോ. പിന്നെ എനിക്കറിയാവോ? ഓരോ കുരിശും കൊണ്ട് വന്നിട്ട്. குடியா, சும்மா டைம் வேஸ்ட் பண்ணிக்கிட்டு. ஹலோ, நானே எங்கள் டிபார்ட்மெண்ட்டில் ஒருத்தரை கொண்டு விட்டாங்க, டென்ஷனில் சுற்றிக்கிட்டு இருக்கேன். நீ வேற நொயின்னு ஃபோனை போட்டுக்கிட்டு இருக்க. வேற வேலை இல்லையாடி உனக்கு? வெயிடி போன വേണോ? വേണ്ട. ഇനി പോവാം. ഇനി അവൾ എന്ത് പിശാചായാലും എനിക്കൊന്നുമില്ല. എന്നാ പിന്നെ വിഴിഞ്ഞത്തടിയിലങ്ങ് നടത്താം. സംഭവം ലാഭമല്ലേ? പിന്നല്ലാതെ. രവേട്ട, ഈ സഫറിനെ വിശ്വസിച്ച് നിങ്ങൾ പൈസ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പോവില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല.
കമല. പക്ഷെ ഇത് അവളല്ലല്ലോ. இவளை தெரியுமா? ഇല്ല. ഇതാരാ? இந்த கமலா தான் இன்னைக்கு இருக்க இவ்வளோ டென்ஷனுக்கு காரணம். கமலா ஒரு ட்ரைபல் லீடர். இவ பல பேரை வெட்டி கொலை பண்ணியிருக்கா. 1 இயருக்கு முன்னாடி திடீர்னு மிஸ் ஆயிட்டா. இந்த பிரச்சனை முடிஞ்சுன்னு எல்லாரும் நிம்மதியா இருந்தோம். ഇപ്പം എന്ത് പറ്റി? கமலா திரும்பி வந்துட்டா. ஆமா, அவ திரும்பி வந்து பண்ற 4வது கொலை நேத்து நடந்தது. ஒரு ஃபீமேல் ஆபீசரோட சேர்த்து இதுவரைக்கும் கொலை பண்ண 4 பேருமே போலீஸ் ஆபீசர். പോവാൻ സഫറേ. സർ, ഇന്നലെ കൊല എங்கே നടന്നത്? போலீஸ் குவார்டர்ஸ்ல இருந்து போற வழியில ஒரு மண் வழி இருக்குல்ல, அங்கதான். கிளப்ல இருந்து ரெகுலரா சக்தி சார் அந்த ரூட்ல அந்த டைம்ல போவான்னு தெரிஞ்சுக்கிட்டு பிளான் பண்ணி கொலை பண்ணியிருக்கீங்க பிசாசுங்க. லோக்கல் சப்போர்ட்டோட தான் இந்த குரூப் எல்லாம் ஆபரேஷன்லாம் பண்ணிக்கிட்டு இருக்கு. காலை இருந்து சிட்டி ஃபுல்லா தேடிக்கிட்டு இருக்கோம். സർ, അത് അപ്പോൾ വർക്ക് നടക്കട്ടും. ബിസി അല്ലയാ? ഓക്കെ, അപ്പൊ ഈവനിങ് റിസാർട്ടിൽ പാപ്പോ. ശരി. ഓക്കെ, ബൈ. നീ വന്നേ. നിനക്കെന്താ വട്ടുണ്ടോടാ അയാളെ വായിച്ചാൽ ചാടി കൊടുക്കാൻ? എടാ, എത്ര ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പോലീസാ. നിനക്കറിയാം ഈ കേസ് എന്താണെന്ന്? രവിയേട്ടാ, നമ്മുടെ റിസോർട്ടിന് മുന്നിലുള്ള പുഴ കടന്ന് കാട് കയറി ഇറങ്ങിയ എത്തുന്നത് ഇന്നലെ കൊല നടന്ന സ്ഥലത്താണ്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അവിടുന്ന് ആദിവാസി കോളനിയിലോട്ട് റൂട്ടുണ്ട്. ചെറിയൊരു വളഞ്ഞ വഴിയാണേ ഉള്ളൂ. ഞാൻ പോയിട്ടുണ്ട്. ഇന്നലെ നടന്ന കൊലയുമായി ആ പെണ്ണിന് എന്തോ ബന്ധമുണ്ട്. ബന്ധം? എടാ നീ വാ. കുന്താണ്. നീ വന്നേ. എന്തത്? മേക്കിംഗ് മെമ്മറീസ്. ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല, ഒരു CCTV പോലും കാണുന്നില്ലല്ലോ. പക്ഷെ സേഫായി ഇന്ന് ഇവിടെ താമസിക്കാനൊരു സ്ഥലം വേണം. താമസിക്കാനാണെങ്കിൽ ഇവിടെ അടുത്ത് ഫോറസ്റ്റുകാരുടെ ഒരു ഏർമാടമുണ്ട്. ഈ ഫ്യൂംസ് ഒരാൾ ശ്വസിച്ചാൽ വിതിൻ 60 seconds അയാൾക്ക് ബോധം പോകും. സംഭവം കഴിഞ്ഞ രാത്രി കാട്ടിൽ താമസിക്കാൻ അവൾ ഏറുമാട് അന്വേഷിച്ചത്. രാത്രി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കണ്ടാലോ ലിഫ്റ്റ് ചോദിച്ചാലോ ആളുകൾ സംശയിക്കും. എന്നിട്ട് ഞാൻ വിചാരിച്ചത് നിന്റെ കൂടെ എടുക്കാനാണെന്നല്ലേ പൊട്ടൻ. ആ SI വൈകുന്നേരം ആകുമ്പോൾ എത്തും. അവൾ എന്തെങ്കിലും ഒരു സാധനം ഇവിടുന്ന് കിട്ടിയാ വകുപ്പ് നടന്നറിയല്ലോ, പുറലോ കാണില്ല. നീ വന്നേ. So simple, self-made and honest. വീട്ടിൽ ചെറിയ സീനായി. You know what? Love happens in 3 stages. നിങ്ങളുടെ കൂടെ ഈ രാത്രി ഇവിടെ താമസിക്കാൻ എനിക്കിനി ധൈര്യമില്ല. Thanks for the day and night. പ്രത്യക്ഷത്തി ഒന്നും കാണുന്നില്ല. കനിയോട് ഇവിടെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി വെട്ടി വെളുപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോയിലെ കമല അവളല്ലല്ലോ. അവളെ ടീമിൽ ഒരാളായി പോരെ. അതല്ലേ അവളെ എഗ്രിമെന്റ് കത്തിച്ചത്. എന്നാലും ഒരേറ്റവും നേരെ ചെന്ന് കൊണ്ട് കൂട്ടിമുട്ടുന്നില്ലല്ലോ. ആ മൂപ്പനെയും ചെന്ന് കണ്ടാലോ? എഗ്രിമെന്റ് കത്തിക്കായിരുന്നു അവളുടെ ഉദ്ദേശമെങ്കിൽ അത് മൂപ്പൻ അറിയില്ലേ? എന്തിന്? ഇനി എന്താണ് നിനക്കിനി കൂട്ടിമുട്ടിക്കേണ്ടത്? ഇത്രയും പോരെ? ആ പെണ്ണാരായിരുന്നു നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഭാര്യയെ തിരിച്ചു വരും. എനിക്കുറപ്പാണ്.